Hi friends, welcome to Anandi's kitchen. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുൽഫിയാണ്. അത് പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ രണ്ട് സാധനമേ വേണ്ടൂ കുൽഫി ഉണ്ടാക്കാൻ. അതിൻ്റെ കൂടെ ഫ്ലേവർ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ള പോലെ ചേർക്കാം. ഞാനിപ്പോൾ അത് പാല് കാച്ചിട്ട് കാണിക്കാം. പാല് നല്ലോണം കുറുകണം. ഇത് ഞാനിപ്പോൾ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ആക്കി കുറുകിയെടുക്കണം. എന്തായാലും ഒരു 10-15 മിനിറ്റ് കുറുകേണ്ടി വരും. അത് തിളച്ച് വരുമ്പോൾ കുറച്ച് സിമ്മാക്കിയിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിക്കണം. പാല് കുറുകുമ്പോൾ തന്നെ ഇത് നല്ലൊരു മണം ഉണ്ടാവും, നല്ല വാസന ഉണ്ടാവും. ഇതിൽ തന്നെ പഞ്ചസാര ഇടാം. ഞാൻ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, പാലും പഞ്ചസാരയും. ഇത് 1 ലിറ്റർ പാലാണ്. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പക്ഷെ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയായിട്ട് ഇതിൽ നന്നായി കുറുകിയിട്ട് വേണം തണിയാൻ. നല്ലോണം കുറുകണം. ഇനി കുറച്ച് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് പാല് കുറുകി വരണം. ഇത് ഏകദേശം ആയി. ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കുന്നതാണ്. ഇതൊന്ന് നല്ലോണം തണിയണം. ഇപ്പോൾ കുറച്ച് സമയം പിടിക്കും. തണിഞ്ഞിട്ട് വേണം മോൾഡിലെല്ലാം ഒഴിക്കാൻ. കുറച്ച് നല്ലോണം തണിയണം. ഇത് ഒരു 1/2 ഗ്ലാസ് പാലിൽ തണിഞ്ഞ പാലാണ്. ഇതിൽ ഞാൻ ബട്ടർ സ്കോച്ചാണ് ചേർത്തിട്ടുള്ളത്. 4 സ്പൂൺ ബട്ടർ സ്കോച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് തണിയാൻ വെച്ചിട്ടുള്ള പാലിൽ ഇത് ചേർക്കണം. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ വരാം. പാല് നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് നല്ല സ്മൂതി ആക്കിയിട്ടുണ്ട്. ഇതിൽ ഫ്ലേവർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മടിക്കണ്ട. ഫ്ലേവർ ഇല്ലെങ്കിലും ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഫ്ലേവറുകളുണ്ടെങ്കിൽ ഫ്ലേവർ കൂടിയാൽ അല്ല. ഞാനിപ്പോൾ ഇവിടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലേവർ ഇട്ടുന്നേ ഉള്ളൂ. അതേമാതിരി മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ചെയ്യുക, അല്ലെങ്കിൽ വെറും ഗ്ലാസ്സിൽ വെച്ചിട്ട് വെക്കാം. ഈ പേപ്പർ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാം. അലുമിനിയം ഫോയിലുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. പിന്നെ ഇത് സ്റ്റിക്ക് ഇതിലേക്കൂടി ഇതിങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ശരിക്കും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ വെക്കുക. അത് ഞാൻ കാണിച്ചു തരാം.
നമ്മളെ കുൽഫി റെഡി ആയിട്ടുണ്ട്. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തതാണ്. ഒരു 3-4 മിനിറ്റായി എടുത്തിട്ട്. ഇനിയിപ്പോൾ ഇത് മെല്ലനെ ഓരോന്നായിട്ട് ഇളക്കി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിങ്ങനെ ഓരോന്നായി ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഓരോരാൾക്ക് കൊടുക്കുക. കുട്ടികളെല്ലാം ഉണ്ട് ഇവിടെ നിന്നിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കും. ഓക്കെ, ടേസ്റ്റിയാണ്. നല്ല ഇതായിട്ടുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇതിപ്പം കടയിൽ നിന്ന് വാങ്ങിയ മാതിരി തന്നെ അതേ ടേസ്റ്റ് ഉണ്ടാവും. അതിനേക്കാളും വൃത്തിയായിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഹോം മെയ്ഡ് കുൽഫി. ബട്ടർ സ്കോച്ച് ഇല്ലാന്ന് വെച്ചിട്ട് ഒന്നും ബേജാറാകേണ്ടതില്ല. സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ഒരു പിസ്ത ചേർത്തിട്ടുള്ള ഒരു മോൾഡാണ്. ഗ്ലാസ്സിൽ ആക്കിയുള്ളതിൽ ഗ്ലാസ്സിൽ ഞാൻ എടുത്ത പിസ്ത ചേർത്താണിത്. പിസ്ത കളർ ചേർത്തിട്ടുള്ള ഇതാണ്. സ്റ്റിക്കെല്ലാം നമ്മൾ വെച്ച് തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്, നല്ല സാധനമാണ്. ഇതിന് ഫ്ലേവേഴ്സൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും മടിക്കണ്ട, ചെയ്യാണ്ടിരിക്കണ്ട. ഫ്ലേവർ ഇല്ലെങ്കിലും നന്നായിട്ട് വരും. ഫ്ലേവർ ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാല് നല്ലോണം കുറുകിക്കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതിൽ മധുരവും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവർ എല്ലാവരും സ്റ്റേ അറ്റ് ഹോം. ബൈ.